ഇന്ന് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിക്കാൻ പോകുന്ന ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വർഷകാല സമ്മേളനം അവസാനിക്കുമ്പോൾ 18 ദിവസമാകുന്നു. ഇതുവരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ എത്തിയിട്ടില്ല കേട്ടോ. അമിത്ഷാ പാർലമെന്റിലേക്ക് തിരിഞ്ഞു നോക്കുന്നതേയില്ല. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളെ വല്ലാതെ ഭയപ്പെടുകയാണോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി? ഇത്രയേ ഉള്ളോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്തത്? എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ ജന്തർ മന്ദിറിലെ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമത്തിൽ ഇത്രയധികം പ്രതിരോധത്തിലായിട്ടും അമിത്ഷാ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാതെ നിൽക്കുന്നത്? ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ജനങ്ങളോടുള്ള മര്യാദകേട് കൂടിയാണ്. കാരണം ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട എം പിമാരാണ് പാർലമെന്റിന്റെ സഭകളിൽ നിൽക്കുന്നത്. അവരുടെ മുമ്പിലേക്ക് എത്താതിരിക്കുക എന്ന് പറഞ്ഞാൽ, അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മനുഷ്യരോടുള്ള അവഹേളനം കൂടിയാണ്. ഏതായാലും ഇന്ന് അവസാന ദിവസമാണ്. ഇന്നെങ്കിലും അമിത്ഷാ എത്തുമോ പാർലമെന്റിൽ? നമുക്ക് നോക്കാം. വിവരങ്ങളുമായി ഫെമിന ചേരുകയാണ്. ഫെമിന, ഗുഡ് മോർണിംഗ്. ഫെമിന, എത്രയധികം ബില്ലുകൾ, പ്രതിസന്ധികളൊക്കെ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ എത്തി. പക്ഷേ ഒരു ദിവസം പോലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലേക്ക് വന്നതേയില്ല. ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അമിത്ഷായുടെ മുന്നിൽ. പക്ഷേ ഉത്തരം പറയാൻ ഭയക്കുകയാണോ അതോ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സഭകളിലേക്ക് തിരിഞ്ഞു നോക്കുന്നതേയില്ല അമിത്ഷാ. ഇന്നെങ്കിലും എത്താൻ സാധ്യതയുണ്ടോ? ഇന്ന് പാർലമെന്റിന്റെ അവസാന ദിവസം പ്രധാനപ്പെട്ട അജണ്ടകൾ എന്തൊക്കെയാണ്? അതെ, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങി ഇന്നിപ്പോൾ അവസാനിക്കാനിരിക്കെ ഇതുവരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. 18 ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ വർഷകാല സമ്മേളനം തുടങ്ങിയിട്ട്. നമുക്കറിയാം, നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികളെ വളരെ ക്രൂരമായിട്ടാണ് BJP സർക്കാരിൻ്റെ പോലീസ് അടിച്ചമർത്തിയത്. അവർ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ഇതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി നൽകണം എന്നായിരുന്നു പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ഒരു മറുപടി നൽകാൻ കഴിയാതിരുന്നത് കൊണ്ടാകണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇതുവരെ പാർലമെന്റിൽ വന്നില്ല. പാർലമെന്റിന്റെ പരിസരങ്ങളിൽ സ്ഥിരമായിട്ട് വരുന്നുണ്ട് എങ്കിൽ പോലും സഭയിലേക്ക് വരാതെ ഈ ചോദ്യങ്ങളിൽ നിന്ന്, പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ പാർലമെന്റ് ഇന്ന് അവസാനിക്കാനിരിക്കെ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞെങ്കിൽ പോലും പ്രതിപക്ഷം പറയുന്നത് തങ്ങൾക്ക് വേണ്ടത് മറുപടിയാണ്, അല്ലാതെ അമിത്ഷായുടെ പ്രസംഗമല്ല തങ്ങൾക്ക് കേൾക്കേണ്ടത്. വ്യക്തമായിട്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കെതിരെ അതിക്രമം നടത്താൻ അല്ലെങ്കിൽ ആക്രമണം മർദ്ദിക്കാൻ ഉത്തരവിട്ടത് ആരാണ്? പെല്ലറ്റ് ഗൺ, അതുപോലെ തന്നെ AK-47 ഒക്കെ ഉപയോഗിക്കാൻ ഓർഡർ നൽകിയത് ആരാണ്? ഈ ചോദ്യങ്ങളിൽ ഉത്തരമാണ് ആവശ്യം, അമിത്ഷായുടെ പ്രസംഗമല്ല എന്നാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയത്. എന്നാൽ അമിത്ഷാ ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും, ഇന്നലെ പാർലമെന്റിൽ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും പാർലമെന്റിൽ വന്നിട്ടില്ല. ഇന്നലെയാണ് മാധ്യമങ്ങളോട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത്. പ്രതിപക്ഷം ഇത്തരത്തിൽ സഭയിൽ തന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ സഭാ സമ്മേളനത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന തരത്തിലാണ് അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറുപടി. പക്ഷേ ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു സമീപനമാണ് അമിത്ഷാ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജോൺ ബ്രിട്ടാസ് MP സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ആഭ്യന്തരമന്ത്രി ഇത്തരത്തിൽ സഭാ സമ്മേളനത്തിൽ ഇത്രയും ദിവസം ഇപ്പോൾ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ആഭ്യന്തരമന്ത്രി ഇത്രയും ദിവസം സഭയിൽ നിന്ന് മാറി നിൽക്കുന്നത്. അതൊന്നാമത്തെ കാര്യം. മറ്റൊരു കാര്യം, ഒടുവിൽ സഹികെട്ട് രാജ്യസഭ അധ്യക്ഷന് പറയേണ്ടി വരികയാണ്, അമിത്ഷാ പ്രതിപക്ഷത്തിന്റെ വികാരം മാനിക്കണം. കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി പ്രതിപക്ഷത്തിന്റെ വികാരം അമിത്ഷായെ അറിയിക്കണമെന്ന് രാജ്യസഭാ അധ്യക്ഷനായ ഉപരാഷ്ട്രപതിക്ക് പറയേണ്ടി വരുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം ഗുരുതര അലംഭാവമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി, എത്രമാത്രം വലിയ മര്യാദകേടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിൽ ഉപരാഷ്ട്രപതിക്ക് പറയേണ്ടി വന്നു. പ്രതിപക്ഷം ഇത്തരത്തിൽ നിരന്തരമായി ആഭ്യന്തരമന്ത്രി ഇതിന് ഉത്തരം പറയാതെ തങ്ങൾ ഈ സഭാ സമ്മേളനങ്ങളുമായിട്ട് സഹകരിക്കില്ല എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ വികാരം പാർലമെന്റ് കാര്യ മന്ത്രി അമിത്ഷാനെ അറിയിച്ചിരുന്നു. പക്ഷേ ഒരു പ്രസംഗത്തിനാണ് അദ്ദേഹം ഇപ്പോഴും മുതിരുന്നത്. ഈ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങളോട്, പ്രത്യേകിച്ചും രാജ്യത്തെ വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നത്തിൽ എന്തുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രിക്ക് ഉത്തരമില്ലാത്തത് എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിലും വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ ഇത്തരത്തിൽ പ്രതിപക്ഷവുമായിട്ട് ഒരു ചർച്ചയും ചെയ്യാതെ പല ബില്ലുകളും ഇത്തരത്തിൽ കേന്ദ്രം പാസ്സാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെയാണ് FCRA ബില്ല് ഇത്തരത്തിൽ JPCക്ക് വിട്ടത്. ഇത്തരത്തിൽ ഒരു ചർച്ചയുമില്ലാതെ FCRA ബില്ല് പിൻവലിക്കണം, പ്രത്യേകിച്ച് വളരെ കർശനമായിട്ടുള്ള വ്യവസ്ഥകൾ ഉള്ള, അതായത് ഈ ന്യൂനപക്ഷങ്ങളെ അടക്കം ഇത്തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന വളരെ കർശനമായിട്ടുള്ള വ്യവസ്ഥകളുള്ള ബില്ല് പിൻവലിക്കണമെന്നായിരുന്നു പ്രതിപക്ഷമെല്ലാം
ആവശ്യപ്പെട്ടിരുന്നത്. പ്രത്യേകിച്ച് ക്രൈസ്തവ സംഘടനകൾ അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം FCRA പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇത്തരത്തിൽ JPC-ക്ക് വിടുകയാണ് ഇന്നലെ ചെയ്തത്. ഇതെല്ലാം ചർച്ച കൂടാതെയാണ് ചെയ്യുന്നത്. മാത്രമല്ല കേരളത്തിൻ്റെ പേര് കേരളം എന്നാക്കുന്ന ബില്ല് ഇന്നലെ സഭയിൽ അവതരിപ്പിക്കപ്പെട്ടു. ഇതെല്ലാം ഈ ബില്ലെല്ലാം അവതരിപ്പിക്കേണ്ട അമിത്ഷാ പാർലമെന്റിൽ വരാത്തത് കാരണം സഹമന്ത്രിമാരാണ് പലപ്പോഴും പല ബില്ലുകളും ഇത്തരത്തിൽ അവതരിപ്പിക്കുന്നതും അതുപോലെ തന്നെ ലോക്സഭയും രാജ്യസഭയും ഒക്കെ കടക്കുന്നതും. ഇത്തരത്തിൽ വലിയ തരത്തിലൊരു അലംഭാവമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതും പാർലമെന്റിൽ വരുന്നില്ല എന്ന് പറയുന്നത്. പാർലമെന്റ് ഇന്നിപ്പോൾ അവസാനിക്കാനിരിക്കെ ഇത്രയും ദിവസം ആഭ്യന്തരമന്ത്രി വരാതിരിക്കുന്നത് ഒരുപക്ഷെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ്. ഇന്നിപ്പോൾ ധാതു ഖനനവുമായി ബന്ധപ്പെട്ട ബില്ലും ഇത്തരത്തിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കും. അമിത്ഷാ ഇന്ന് വരുമോ എന്ന് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. ശരി, അമിത്ഷാ ഇന്നെങ്കിലും പാർലമെന്റിലേക്ക് തിരിഞ്ഞു നോക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളെ ഇത്രയധികം ഭയക്കുന്നുമോ അമിത്ഷാ? എന്താണ് ഇതിൽ BJP നേതൃത്വത്തിന് പറയാനുള്ളത് എന്നതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട വിഷയം തന്നെയാണ്. ഇതുവരെ അതിലൊരു ഔദ്യോഗിക പ്രതികരണം ആരുടെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല. ഇന്ന് 18 ദിവസമാകുന്നു പാർലമെന്റ് തുടങ്ങിയിട്ട്, വർഷകാല സമ്മേളനം തുടങ്ങിയിട്ട്. ഇന്ന് അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ഇതുവരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പാർലമെന്റിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ സമയം കിട്ടുന്നില്ല എന്ന്. അതാണിപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നോക്കാം ഇത് എന്താണ് നടക്കുന്നത് എന്ന്. അതിലും ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്.